പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ആമേൻ. നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? അത് ഇപ്പം നമ്മൾ എൻജിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കണ്ടത് എന്താണ്? ഇന്നലെ കണ്ടത് ഔട്ട്ലെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? വേസ്റ്റ് വാട്ടർ എഴുതി ഒഴുകി പോകാനുള്ള ഒരു എൻജിൻ ഉണ്ടെങ്കിൽ, ഒരു കിച്ചൺ ഉണ്ടെങ്കിൽ ഒക്കെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു എൻജിൻ ഉണ്ടെങ്കിൽ ഈ പുക പോകാൻ വേണ്ടിയുള്ള വേറെ ഒരു ഇതാണ് എക്സോസ്റ്റ് പൈപ്പൊക്കെ പോലുള്ള സംഭവമില്ലേ? അതെന്തിനുള്ളതാണ്? ഈ എൻജിൻ ഹീറ്റ് പുറപ്പെടുവിക്കുമ്പോൾ ഓവർ ഹീറ്റായിട്ട് വരുന്നത് തണുക്കാൻ വേണ്ടി, ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് ഉള്ളത്. ആ എക്സോസ്റ്റ് പൈപ്പ് വേറൊരു സംഭവമാണ്, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റുള്ള ഒരു സംഭവമാണ്. എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാകും ഓവർ ഗ്യാസ്, ഓവർ ഹീറ്റ് പോകാൻ വേണ്ടി. അതുപോലെ ആധ്യാത്മിക ജീവിതത്തിലും ജീവിച്ചു വരുമ്പോൾ ഒരു എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട് ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി.
എന്താണെന്നറിയാവോ? ലൂക്കാ 16:9 ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമിക സമ്പത്തിന്റെ കുഴപ്പം നമ്മളെ റിജക്ട് ചെയ്യാൻ അവസാനം റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുകയാണ്. എന്താണ്? അതായത് പാപകരമായ പണം കയ്യിലുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. പിന്നെ നിങ്ങൾ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ കൊടുക്കും. ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ, പാമ്പ് കടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ആ രക്തം ഒഴുക്കിക്കളയും. എന്തുമാത്രം ഒഴുക്കും? പകുതി ഒഴുക്കിയേക്കാം, പകുതി അവിടെ ഇരിക്കട്ടെ. അങ്ങനെ കാണുന്നത് അല്ല. ഈ കള്ളത്തരം കാലത്ത് കള്ളക്കണക്ക് ഉണ്ടാക്കണവന്മാരെല്ലാം ഈ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? പാമ്പ് കടിക്കുമ്പോൾ പകുതി രക്തം ഒഴുക്കിക്കളയും. പകുതി രക്തം അവിടെ ഇരിക്കുമെന്ന് വിചാരിക്കുവോ? ഇല്ല, മൊത്തം ഒഴുക്കിക്കളയണം. ധാർമ്മിക സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു അംശം ആൾക്കാർക്ക് കൊടുക്കും. പെണ്ണ് കെട്ടി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാൻ, വീട് വെക്കാനൊക്കെ കൊടുക്കും. പക്ഷെ പകുതി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പം കൈ ഇവിടുന്ന് രാശി പറയണതിന് മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും. ധാർമ്മിക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ഔട്ട്ലെറ്റാണ്, എക്സോസ് പൈപ്പാണ്. എഞ്ചിൻ്റെ ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കർത്താവ് തന്നിരിക്കുന്ന ഒരു പ്രൊവിഷൻ, ഈശോ ഉണ്ടാക്കിയൊരു പ്രൊവിഷൻ. അനുതാപം പോലെ, വേസ്റ്റ് വാട്ടറിൻ്റെ അനുതാപം പോലെ വേസ്റ്റ് ഹീറ്റ് പോകുന്നതിന് വേണ്ടിയാണ് എക്സോസ് പൈപ്പ് വെച്ചിരിക്കുന്നത്. അതാണ് അധാർമിക സമ്പത്ത്. പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധാർമിക സമ്പത്തുള്ള ആൾക്കാരും കണക്ക് സർക്കാരിനെ വെട്ടിക്കുന്നവരും അല്ലാത്ത ആൾക്കാരും ഒക്കെ പലതരത്തിൽ സഹോദരന്മാരെ പറ്റിക്കുന്നവരൊക്കെ ഇല്ലേ, സഹോദരിമാരെ പറ്റിക്കുന്നവരില്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം കൊടുക്കും. ഇനി അപ്പനും അമ്മനും കയ്യിലെടുത്തോണ്ട് ആങ്ങളമാരെ പറ്റിക്കുന്നവരില്ലേ, എന്തുമാത്രം പെമ്പിളരാണ്. പലപ്പോഴും സങ്കടം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കാലത്ത് നിങ്ങൾ പെമ്പിളർ എന്നോട് കഴുത്തക്കയറുമെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നിയിരിക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട്. പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആൺപിള്ളേരാണ് ഇന്നത്തെ കാലത്ത്. വെച്ചാൽ ഈ പെൺപിള്ളേർ ഒന്നുകിൽ അവർ പഠിക്കും, കുത്തിയിരുന്ന് പഠിക്കും, അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കുവരും. എന്നിട്ട് പിന്നെ എന്താ അവരാണ് മാക്സിമം അപ്പനും അമ്മനെയും ഉപയോഗിക്കുന്നത്. കാര്യം ഈ ആമ്പിള്ളേർക്കാണെങ്കിൽ ജോലി കിട്ടാൻ താമസിക്കും, അവർ ചില പഠിത്തത്തിലെത്തി പുറകായിരിക്കും. പക്ഷെ എന്ത് പറ്റും? അപ്പനും അമ്മയും പണമുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ പണം, ശമ്പളക്കാരുടെ പണം വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആമ്പിള്ളേർക്ക് എന്ത് പറ്റും? അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല, അവർക്ക് പണമില്ല, അപ്പനും അമ്മയും അവർ കേൾക്കണില്ല. അവർ പെൺമക്കൾ പറഞ്ഞ പാട്ടിലൊക്കെ അപ്പനമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും. അവസാനം അവനും വീട് പോലും ഇല്ലാതെയാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനീതികൾ ഒത്തിരി ഉണ്ട്. അധാർമികമായ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. അധാർമികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത്, നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ആ പണം, ആർക്കാണ് നിങ്ങളിങ്ങനെ തരികിട കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടത്, അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ സ്നേഹിതന്മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രഹസ്യന്മാർക്ക് കൊടുത്ത ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തന്നെ അണ്ടർസ്റ്റുഡാണ്. ആദ്യം അത് ആർക്കാണ് നഷ്ടപ്പെടുത്തി അവർക്കാണത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടത്. എൻ്റെ മക്കളെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കുന്നതിലിരിക്കും, പക്ഷെ നിങ്ങളെ പണി മേടിക്കും. എന്താ കാര്യം? ഈശോ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത്, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന്. അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടത് കൊണ്ടാണ് സ്വർഗം എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ താത്വിക പ്രബോധനം നടത്തുകയോ അല്ലാതെ ഒരു ദൈവശാസ്ത്ര പ്രമേയത്തിന് ഒരു നിലപാടെടുക്കുകയോ ചെയ്യണമല്ല വിഷയം. അനുദിനമുള്ള ജീവിത പ്രശ്നത്തിൽ സുവിശേഷവിഹിതമായ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സോപ്പിട്ടിട്ടാ
അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്തിന് പറ്റുന്ന രീതിയിൽ മനുഷ്യനെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൈബിള് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. രക്ഷപ്പെടാൻ ചില അണ്ണന്മാർ രക്ഷപ്പെടാതിരിക്കുന്ന കാരണം അവന്മാരുടെ കയ്യിരിപ്പ് അവന്മാരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. അവർ ദൈവത്തെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് പോയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിന്ന് പണി മേടിച്ച് വരുമ്പോഴാണ് മോങ്ങിക്കൊണ്ട് വരണത്. ചിലപ്പോൾ റിജക്റ്റായി പോകും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഭു ഞങ്ങൾക്കും തുറന്നു തരണമേ, പോയി പണി നോക്കാൻ പറയും. പിന്നെ ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്നല്ലേ പറയണത്. ഇന്നിപ്പോൾ ബൈബിൾ എന്തുകൊണ്ടാണ് കർക്കശമായിട്ട് പ്രഘോഷിക്കാത്തത്? അനുതാപത്തെക്കുറിച്ച് എന്താ പറയാത്തത്? ഞാനിതേക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. എനിക്ക് ഭയങ്കരമായ ഒരു പ്രാർത്ഥന ആവശ്യമുള്ളൊരു മേഖലയാണിത്. അതായത് ആത്മീയ വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായ ദിശാബോധങ്ങൾ ഉണ്ടാകാനും ക്രിസ്തു എന്ന് പറഞ്ഞ ആളിൻ്റെ രക്തത്തിൻ്റെ വിലക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു 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 പ്രതിബദ്ധത നമുക്ക് വേണ്ടാണ്. സഭയുടെ പേരിൽ വരുന്നുണ്ടെങ്കിൽ ആത്മരക്ഷയായിരിക്കണം ആദ്യത്തെ സംഭവം. ആത്മരക്ഷയ്ക്ക് കുറഞ്ഞ വേറെ ഒരു കാര്യത്തിനും വലിയ പ്രാധാന്യമൊന്നുമില്ല. മത്തായി 7:22-23. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതെ, ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെന്ന് കൂടിയുണ്ട്. ഈ അനീതി പ്രവർത്തിക്കുന്നവരെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധാർമിക സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കളയണത്. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലൊരു അടുത്ത എൻ്റെ വകയിലെ ഒരു ചേട്ടത്തിയാണ് ഒരു കള്ളക്കേസ് കൊടുത്ത്. അങ്ങനെ ആ കേസ് 2016 കേസാണ്. അത് ഇങ്ങനെ ഓരോ മാസവും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ഞാനത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് കഴിഞ്ഞ മാസം ആ കേസ് തള്ളിക്കളയാനായിട്ട് ഇടയാക്കി. അങ്ങനെ വലുതും ചെറുതും ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു മോതിരം നഷ്ടപ്പെട്ടു പോയി. വീട്ടിൽ വെച്ചാൽ നഷ്ടപ്പെട്ടു. അത് എങ്ങനെയാണ് പോയെന്ന് അറിയത്തില്ല. ഞാൻ വീട്ടിൽ ടൈലറാണ്. അപ്പോൾ ആരെങ്കിലും വന്നെടുത്ത് ഒന്നും അറിയത്തില്ല. ഞാൻ വീട്ടിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഞാൻ ചോദിക്കും, അമ്മേ എൻ്റെ മോതിരം എന്തി, അമ്മേ എൻ്റെ മോതിരം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇപ്പം സ്റ്റെപ്പൊക്കെ ഉണ്ട് ഞങ്ങളുടെ മേളോട്ട് കയറാനായിട്ട്. അപ്പോൾ അവിടെ എല്ലാം ഞാൻ ഒരാഴ്ച ഫുള്ള് തൂത്തുവാരി നോക്കിയ സാധനമാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ മുറ്റം തൂക്കാൻ കഴിയുമ്പോൾ ഞങ്ങളുടെ സ്റ്റെപ്പിൽ ഒരു കേടുമില്ലാതെ സ്റ്റെപ്പിൽ ഇങ്ങനെ ആ മോതിരം കിടക്കുന്നു. അതിന് ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട് പണി കടബാധ്യതയില്ലാതെ നടത്തി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ അതെനിക്ക് ഹസ്ബൻഡ്, എനിക്ക് 10 വയസ്സും 12 വയസ്സുള്ള 2 മക്കളാണുള്ളത്. അപ്പം എന്നെ ഒന്നും ജോലിക്ക് വിടത്തില്ല. കാരണം സന്ധ്യയ്ക്കുമ്പോൾ മക്കൾ തന്നെയുള്ളൂ, വീട്ടിൽ വരണമെന്നും പറഞ്ഞ് ഹസ്ബൻഡെങ്കിലും വിടത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ പരോപകാരിയായ ഒരാളാണ്. അപ്പോൾ അങ്ങനെ പൈസ സംബന്ധമായി 2-3 പേർക്ക് ഉപകാരം ചെയ്യാൻ പോയി. അത് എനിക്ക് ലാസ്റ്റ് പാരയായിട്ട് തന്നെ വന്ന് അത് ഞാൻ തന്നെ വീട്ടേണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്കിന് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിയുണ്ടോ, അത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആൻറ്റി പറഞ്ഞു,
നോക്കട്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച് ഗൾഫിലൊരു ചാൻസ് ഉണ്ട് പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ അവിടെ ഒന്നും വിടത്തില്ല, അത്രയും ദൂരെ ഒന്നും മക്കളെ ഇട്ടിട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ്. എന്നാലും ഹസ്ബൻഡ് വരുമ്പോൾ ഒന്ന് ചോദിക്കട്ടെന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കിന് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് അതിനെന്താ പൊക്കോളാൻ പറഞ്ഞ്. അപ്പം മക്കൾ പറഞ്ഞു അമ്മേ നാളെ രാവിലെ തീരുമാനിച്ചാൽ മതി, ചാച്ചൻ ഇപ്പം പറയുന്നത് വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചോദിച്ചു പറഞ്ഞു അതിനെന്താ നീ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചു പറഞ്ഞ് അവർ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി. ഈ 15-ാം തീയതി ഞാൻ ഷാർജയ്ക്ക് പോകാനായിട്ട് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച്. അങ്ങനെ എല്ലാ വലുതും ചെറുതുമായ അനുഗ്രഹങ്ങളും തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച്. ഞാൻ രോഗികളെ കൂടുതലും പോയി സന്ദർശിക്കത്തില്ലെങ്കിലും മൊബൈലിനകത്ത് ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ നോക്കും, ആരെങ്കിലും വയ്യാത്തവരുണ്ടോ, ആരൊക്കെയെങ്കിലും പ്രയാസമുള്ളവരുണ്ടോ, മക്കളില്ലാത്തവർ, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ഒത്തിരി പേരെ നോക്കിയിട്ട് അവരോട് വിളിച്ച് ഞാൻ ദൈവവചനം പറയും, കൃപാസനത്തെ പറ്റി പറയും, അമ്മ മാതാവിനെ പറ്റി പറയും. പിന്നെ എന്നെക്കൊണ്ട് ആകുന്ന പോലുള്ള സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വലിയ ചെറുതുമായി ഒത്തിരി ഉപകാരങ്ങൾ തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച്. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ആധാരം, ആദ്യത്തെ ആധാരം വീട് സ്ഥലം കൂടാണ്, അത് പണയപ്പെടുത്താതെ രണ്ടാമത്തെ ആധാരം പണയപ്പെടുത്തി ഞങ്ങൾ ഇച്ചിരി പൈസ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ 2 ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇന്നലെ വിളിച്ച് പറഞ്ഞ് 80,000 രൂപ തരത്തുള്ളത്. എനിക്ക് കേട്ടപ്പം ഹസ്ബൻഡിന് അങ്ങ് വിഷമമായി. പക്ഷേ എനിക്കൊരു വിഷമവും തോന്നുന്നില്ല. കാരണം ഞാൻ ഓർക്കുന്ന അതിൽ കൂടുതൽ എന്തോ നന്മ എനിക്ക് മാതാവ് തരും, തിരുമാനം തരുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. കാരണം നമ്മൾ മക്കൾക്ക് നമ്മൾ അച്ഛനും അമ്മയും മനസ്സറിയാതെ ഓരോ സർപ്രൈസ് കൊടുക്കുന്ന പോലെ മാതാവ് എനിക്ക് തരുമെന്ന് ഒറ്റ വിശ്വാസം എനിക്കുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ വാശിയോറും പിടിച്ചു മേടിക്കുന്നതാണ്, മനസ്സറിയാതെ ഓരോ കാര്യങ്ങളും തരും. അപ്പം ഈ 80,000 രൂപ കിട്ടിയാൽ എൻ്റെ വീട് പണി നടക്കത്തില്ല. എങ്കിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അതിൽ നിന്ന് എനിക്ക് കടബാധയില്ല. എങ്ങനെയോ എൻ്റെ വീട് പണിയാനാട്ടെ മാതാവിൻ്റെ തീരുമാനം, ആ തീരുമാനത്തിനായി ഞാൻ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ മാതാവ് തന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദിപൂർവ്വം അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പേര് റീത്ത. ഞാൻ ആലങ്ങാട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 11-ാം തീയതിയാണ്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ രണ്ടാമത്തെ മകൻ്റെ മകൾ ഭാര്യ കാനഡയിൽ 2 വർഷത്തെ സ്റ്റഡി വിസയ്ക്ക് പോയി. അവിടെ ചെന്ന് പഠിത്തം കഴിഞ്ഞതിന് ശേഷം അത് വർക്ക് വിസയ്ക്ക് വയ്ക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് മകൻ ഖത്തറിലായിരുന്നു. ആ കോവിഡ് സമയത്ത് മകന് കാനഡയിലേക്ക് പോകാൻ സാധിച്ചു. ആ മകന് അവിടെ ഒരു ജോലി കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ മകളുടെ പഠിത്തം കഴിഞ്ഞ് അവൾ വർക്ക് വിസയ്ക്ക് വെച്ചിട്ട് 5 മാസത്തിനുള്ളിൽ അത് പുതുക്കി കിട്ടേണ്ടതായിരുന്നു, 3 മാസത്തിനുള്ളിൽ. പക്ഷേ എന്ത് ചെയ്താൽ വർക്ക് വിസ പുതുക്കി കിട്ടുന്നില്ല. ഇങ്ങനെ അവർ ആകെ ടെൻഷൻ അടിച്ചു, എന്ത് ചെയ്യും ഇനി. അങ്ങനെ അന്വേഷിച്ച് ഇടയ്ക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയും പ്രോസസ്സിങ്ങിലാണെന്ന് പറയും. കൂടെ പിന്നെയും 2 മാസം കഴിയുമ്പോൾ പിന്നെ വിളിക്കും. അപ്പോൾ അവർക്ക് ദേഷ്യം വരും, അപ്പോൾ അവർ ഫോൺ എടുക്കില്ല. അങ്ങനെയായി ഇവരാകെ വിഷമിച്ചു. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം പെട്ടെന്ന് നിങ്ങളുടെ വിസ റിജക്റ്റായി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മെയിൽ വന്നു. അപ്പോൾ ഇവർക്ക് പേടിയായി, ഇനി എന്തു ചെയ്യും. 2 പേരോടും ജോലിക്ക് കയറരുത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് മകൾ ഗർഭിണിയാവുകയും മകൾക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് അവൾ ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ കൊച്ചിനെ നോക്കി ഇരിക്കുകയാണ്. 1 വർഷത്തെ ലീവ് എടുത്തേക്കാണ്. എന്നാലും മകന് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മകൾ ഭയങ്കര വിഷമത്തോടുകൂടി വീട്ടിലേക്ക് വിളിച്ച് പറയുകയും ഞങ്ങൾ പറഞ്ഞു നീ വിഷമിക്കേണ്ട, ഞങ്ങൾ കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭർത്താവും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആദ്യ നിയോഗമായി ഈ വർക്ക് വിസയുടെ കാര്യമാണ് വെച്ചത്. അപ്പോൾ മകൾ പറഞ്ഞു, ഇനി ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം മകളോട് വിളിച്ചു പറഞ്ഞു, മോളെ നീയും ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവൾ ഓൺലൈനായി ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഓഫീസിൽ നിന്ന് അറിയിച്ചു, മകനോട് ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു. 1 വർഷമായി ഈ വിസ കിട്ടാതെ ആയിട്ട്. അങ്ങനെ രണ്ടാമത് അവർ വയ്ക്കുകയാണ്, വിസയ്ക്ക് രണ്ടാമത് വെച്ചു. അപ്പോൾ അതിന് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
ഇവർ കോഴ്സ് കംപ്ലീറ്റ് ആയ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചില്ല. എന്നാൽ ഈ ഒരു വർഷത്തിനിടയിൽ അവർ വിളിച്ച് പറയുകയോ വക്കീൽ വഴിയാണിത് വെച്ചത്, ആ വക്കീൽ അറിയിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഇനി എന്തു ചെയ്യും? അപ്പോൾ വക്കീൽ പറഞ്ഞ് നമുക്ക് കേസിന് പോവാം, ഇത്രയും കാലതാമസം വന്നതുകൊണ്ട് ഒരു കാരണവശാലും കിട്ടുമെന്ന് തോന്നണില്ല വിസ എന്ന് പറഞ്ഞു. അപ്പോൾ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ കേസിന് പോകണം, 10 ലക്ഷം രൂപയാവും എന്നാണ് വക്കീൽ പറയണതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് കേസിന് പോകണ്ട, ഞാനും നീയും ഉടമ്പടി എടുത്തതല്ലേ, പരിശുദ്ധ അമ്മ നടത്തി തരും, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മകൾ ഡിസംബർ 8-ാം തീയതി ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാകണേ എന്ന് ഞങ്ങളും പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 7-ാം തീയതി അവൾ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ മാഡം ഫോൺ എടുത്തു കൊണ്ട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് വെക്കാൻ പോയപ്പോൾ മകൾ പറഞ്ഞ്, മാഡം ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മാഡം പറഞ്ഞു, എങ്കിൽ എന്താ മോൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പം മകളുടെ എല്ലാ അവസ്ഥകളും പറഞ്ഞു. അപ്പം ആ മാഡം പറഞ്ഞു, മോൾ വിഷമിക്കേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കട്ടെ എന്താ കാര്യമെന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാഡം അപ്പം തന്നെ വിളിച്ചിട്ട് മോളോട് വിളിച്ച് പറഞ്ഞു, കോളേജിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് കൂടി വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അപ്പോൾ തന്നെ പോയി ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയും അത് വയ്ക്കുകയും ചെയ്തു. ഡിസംബർ 8-ാം തീയതി രാവിലെ ഓഫീസ് തുറന്ന് ഉടനെ തന്നെ ഞങ്ങളുടെ മോളുടെ മകൻ്റെയും വിസ പുതുക്കി കിട്ടുകയും ചെയ്തു. മാതാവാണ് ആ മാഡത്തിൻ്റെ രൂപത്തിൽ അവിടെ വന്നതെന്ന് ഞാനും കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു. 4 ദിവസവും കൂടി കഴിഞ്ഞാൽ മക്കളുടെ വിസ തീരും, അവർ കുഞ്ഞിനെയും കൊണ്ട് കയറിപ്പോരാൻ റെഡി ആവണമെന്നാണ് പറഞ്ഞത്. കൂട്ടുകാരൊക്കെ പറയും, നിങ്ങൾ നാട്ടിലേക്ക് പൊക്കോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ വിഷമമായിരിക്കും. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം മകൾക്ക് നല്ല ധൈര്യം വന്നു. ഞാൻ പറഞ്ഞു, അമ്മ അറിയാതെ ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയും. അങ്ങനെ മാതാവ് മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതിൻ്റെ ഇടയിൽ ഈ സംഭവമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മകൻ ജോലിക്ക് പോയി. കാനഡയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് സിഗ്നലിൻ്റെ അടുത്ത് വണ്ടി നിർത്തി. സിഗ്നൽ തീർന്നു, വണ്ടി എടുക്കണ സമയത്ത് എടുത്ത് മുന്നോട്ട് കയറി. അപ്പം തന്നെ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു പോയി. എന്താണെന്ന് അറിയാൻ പറ്റണില്ല. പെട്ടെന്ന് തന്നെ ആരോ വന്ന് ആ വണ്ടി വലിച്ച് അവിടെ നിന്ന് സൈഡിലേക്ക് മാറ്റി. ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഇടപെടലാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാനഡയിലൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, വണ്ടികൾ ഒന്നിന് പിന്നാലെ വന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ് അവിടെ കാണാൻ സാധിച്ചത്. രണ്ടാമതായിട്ട് എൻ്റെ മകൻ കുവൈറ്റിലാണ്, മൂത്ത മകൻ. അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നു. മകൻ്റെ 5 വർഷത്തെ എഗ്രിമെൻ്റ് ആയിരുന്നു, അത് തീരാറായി. പക്ഷെ അവർ കമ്പനി 2-3 മാസത്തെ ശമ്പളം പിടിച്ചു വെച്ചേക്കാണ്, ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഉപ്പും തൈലവും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവർ അത് വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പറഞ്ഞു, മോൻ പോകുമ്പോൾ കമ്പനിയിൽ കൊണ്ടുപോയി ചവിട്ടാത്ത സ്ഥലം നോക്കി ആ ഉപ്പ് കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ മകൻ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പ്രൊജക്റ്റ് ആ കമ്പനി അവർക്ക് തന്നെ കിട്ടുകയും അവർക്ക് ജോലി കിട്ടുകയും ചെയ്തു. കുറച്ച് പേരെ അവർ അതിനു മുമ്പ് പിരിച്ചു വിട്ടു, നാട്ടിലേക്ക് പോയി. എന്നാൽ എൻ്റെ മകന് ഇപ്പോൾ ജോലിയുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. അതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയാണ്. പിന്നെ 3 വർഷമായി എൻ്റെ മുട്ടുകാലിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഇത് തീർന്ന് പറ്റിപ്പോയി. അതുകൊണ്ട് ഒരു കാരണവശാലും മുട്ടുകുത്തരുന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. കാല് രാത്രിയിലൊക്കെ ഭയങ്കര വേദനയാണ്, സ്റ്റെപ്പ് കയറാൻ പാടില്ല, അങ്ങനെയായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ തൈലം ഉപ്പും ഞാൻ
മിക്ക ദിവസങ്ങളിലും പുരട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ 5 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. എപ്പോൾ എന്തോരം നേരം വേണമെങ്കിലും മുട്ടുകുത്തി നിൽക്കാം. അതും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളൊരു കൃപാസനം പത്രം എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. ഞാൻ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരോട് ഞാൻ കുറേ നേരം പറയും മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും ഈശോയെ പറ്റിയും. അവർക്ക് കേൾക്കാൻ ആകാംക്ഷയുള്ളവരോടൊക്കെ കൂടുതൽ ഞാൻ പറയും, നിങ്ങളിവിടെ വന്നാൽ ഉടമ്പടി എടുക്കണം, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ പറയും. അങ്ങനെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ തളർന്നു കിടക്കുന്ന ഒരു രോഗി ഉണ്ടായി, ഒരു ചേച്ചി ഉഷ, ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അതിനെ നോക്കാൻ ആരുമില്ല. ഒരു ഭർത്താവാണെങ്കിൽ പെട്രോൾ പമ്പിൽ പോയി രാവിലെ പോകുമ്പോൾ ഇതിന് ഇത്തിരി കുറുക്ക് കൊടുത്തിട്ടാണ് ഇത് പോകുന്നത്. 3 മണിക്കാണ് ആ ഭർത്താവ് തിരിച്ചു വന്നത്. ആ സമയം വരെ അതിനെ നോക്കാൻ ആരുമില്ല. ഞങ്ങളിതറിഞ്ഞു. ഇവിടെ കൃപാസനത്തിൽ വന്ന വേറെ ഒരു 2 സഹോദരിമാരും ഞാനും കൂടി പോയി ആ ചേച്ചിയെ എഴുന്നേൽപ്പിച്ച് താങ്ങി ഇരുത്തി അതിൻ്റെ യൂറിൻ ബാഗൊക്കെ മാറ്റി ആ ചേച്ചിക്ക് ഭക്ഷണം കൊണ്ടുപോയി കോരി കൊടുക്കും, ഡ്രസ്സൊക്കെ മാറ്റും. അതിന് ഭയങ്കര സന്തോഷമായി, നല്ല ദൈവവിശ്വാസമായി. അങ്ങനെ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കും, ഇതിനെ നോക്കാൻ ആരില്ല, എന്തു ചെയ്യും. അങ്ങനെ ഒരു മോളുണ്ടായത് പഠിച്ചുകൊണ്ട് നടന്ന സമയത്ത് അങ്ങനെ നോക്കാൻ ആരുമില്ല. ഞങ്ങൾ പോയി നോക്കി. പക്ഷേ എന്തോ 4 മാസം ഞങ്ങൾ നോക്കി. ഒരു ദിവസം തലേ ദിവസം ഞങ്ങൾ ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോൾ പുള്ളിക്കാറ്റോട് ഒരുപാട് ഇങ്ങനെ ദൈവത്തെ പറ്റി പറഞ്ഞു. പുള്ളിക്കാറ്റ് സ്വർഗസ്ഥനായ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലും. നല്ല ഒരു സന്തോഷമായിട്ടിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം പുള്ളിക്കാറ്റിക്ക് അറ്റാക്ക് വരികയും മരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങളങ്ങനെ പോകും. ഒരുപാട് പേരെ ക്യാൻസർ രോഗികൾ സന്ദർശിക്കാനും പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ. എൻ്റെ പേര്